ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് എന്ന തരത്തിലെ വാർത്തകൾ പുറത്തുവരികയാണ്. 2019 നടന്ന സ്വർണ്ണ മോഷണം അദ്ദേഹത്തിന്റെ ഭരണസമിതി മറച്ചുവെച്ചോ എന്നതായിരിക്കും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ കാലത്ത് സേവനമനുഷ്ഠിച്ച മറ്റ് ബോർഡ് അംഗങ്ങളുടെ മൊഴികളും രേഖപ്പെടുത്തുവാനും SIT ഉദ്ദേശിക്കുന്നുണ്ട്. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയുടെ കാലാവധി കൂടി ഉൾപ്പെടുത്തി അന്വേഷണം ഇപ്പോൾ വികസിക്കുന്നുണ്ട്. മാറ്റി സ്ഥാപിക്കാനായിട്ട് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിനുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ചും അവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുവാനുള്ള പ്രാരംഭ തീരുമാനവും തുടർന്ന് ക്രമത്തിലെ മാറ്റവും ആയിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സിഒയെ ചോദ്യം ചെയ്യുകയാണ്. സ്മാർട്ട് ക്രിയേഷന്റെ സിഒ പങ്കജ് ഭണ്ഡാരിയെയും SIT പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. സ്വർണ്ണ പാനലുകൾ, അതായത് സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ട കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് SIT പദ്ധതിയിടുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. മോഷ്ടിച്ച സ്വർണം സഞ്ചരിച്ച വഴികൾ അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ P ജയകുമാർ നയിക്കുന്ന കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥരെയും മുൻ ബോർഡ് അംഗങ്ങളെയും മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോഷ്ടിച്ച സ്വർണം ഒരു കോടീശ്വരനെ വിറ്റതായിട്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രധാനമായിട്ടും ഓരോ നാൾ വഴിക്ക് പുറകെയും SIT അന്വേഷണം വലയം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ വിദേശ ബന്ധം ആരോപിച്ചത് കൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകുവാൻ രമേശ് ചെന്നിത്തല എത്തിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് ചെന്നിത്തല ആരോപിച്ചതോടെയാണ് ചെന്നിത്തലയ്ക്ക് ഈ കഥയിലുള്ള റോള് വ്യത്യസ്തമാകുന്നത്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണിത്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ മോഷണത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണമെന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ രാഷ്ട്രീയമായിട്ട് സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താത്തത് എന്ന ചോദ്യം ഇവിടെ പ്രശസ്തമാണ്. സ്വർണം എവിടെ പോയി? അതിന് എന്ത് സംഭവിച്ചു? ഇതിനുള്ള ഉത്തരം തേടുമ്പോഴാണ് പൗരാണിക വസ്തുക്കളും ദിവ്യവസ്തുക്കളും വിൽക്കുന്ന അന്താരാഷ്ട്ര പൗരാണിക കരിഞ്ചന്തയുമായുള്ള ബന്ധം വെളിവാകുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞതിനാൽ ഇതിന്റെ പിന്നിൽ യഥാർത്ഥ ശക്തികളെ കണ്ടെത്താനും കഴിയും. നിഗൂഢമായ ഒരു വൻ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത്. അത് പുറത്തു വരണമെങ്കിൽ തൊണ്ടി മുതലിലേക്ക് എത്തണം. അന്താരാഷ്ട്ര ആന്റിക്സ് മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമാണ്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ കൊടുത്ത മൊഴിയിലുണ്ടെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഈ നിമിഷം വരെയും CPM ഒരു നടപടിയും സ്വീകരിക്കാതെ അവരെ രാഷ്ട്രീയമായിട്ട് സംരക്ഷിക്കുകയാണ്. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുമായിരുന്ന കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കുള്ള പഴയ ഉരുളി, ചെമ്പ്, വിളക്കുകൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കളെ എല്ലാം തന്നെ ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താൻ ശക്തമായി എതിർത്തുവെന്നും ചെന്നിത്തല മൊഴി നൽകിയ ശേഷം ഇവിടെ പുറത്തു പറയുകയാണ്. ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തുവെന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഈ പഴയ ഉരുപ്പടികൾ വെക്കാൻ സ്ഥലമില്ല എന്നായിരുന്നു അവരുടെ ന്യായീകരണമെന്ന് കൂടി ചെന്നിത്തല ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നിയമസഭയ്ക്കകത്ത് വിഷയം ഉന്നയിച്ച ശേഷമാണ് അത് നിർത്തിവെച്ചത്. ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ പുരാവസ്തുക്കളും വിൽപ്പന നടത്തുവാനും അതിൽ നിന്നും വൻതോതിലുള്ള പണം ഉണ്ടാക്കാനുമുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് വ്യക്തമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചരിത്ര വിജയത്തിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് കൂടി ചെന്നിത്തല മൊഴി നൽകിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ അരിശം തീർക്കാൻ വേണ്ടി പാവപ്പെട്ട UDF പ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. സാധാരണ പ്രവർത്തകരെ നിരവധി ആളുകൾ മർദ്ദനമേറ്റ് ആശുപത്രിയിലാണെന്നും CPMകാർ പ്രതികളാണെങ്കിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ ആക്രമണം നിർത്താൻ CPM തയ്യാറാകണം. അവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് എന്ന മുന്നറിയിപ്പും ചെന്നിത്തല നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണെന്നും തോറ്റു കഴിഞ്ഞാൽ ജയിച്ചവരെ ആക്രമിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. അപ്പോൾ സ്വർണ്ണക്കൊള്ളയിലെ കണ്ണികളും കുരുക്കുകളും കൂടി വരികയാണ്. അത് CPM എന്ന പാർട്ടിയുടെ അധപ്പതനത്തിലേക്കുള്ള വഴിവെക്കുകയാണെന്ന് കൂടി ഈ നിമിഷത്തിൽ പറയണം.